നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി കേതൽ ജിൻസൺ രാജ കുറ്റക്കാരനാണ് എന്ന് വിചാരണ കോടതി വിധിച്ചിരിക്കുന്നു. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ശിക്ഷാവിധിയിൽ നാളെയാണ് വാദം നടക്കുന്നത്. പ്രതിക്ക് മാനസിക രോഗമില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചിരുന്നു. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങൾ നൽകും. ഷഫീദ്, എന്തൊക്കെയാണ് കോടതി വ്യക്തമാക്കുന്നത്? പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച മുഴുവൻ കാര്യങ്ങളും വിചാരണ കോടതി അംഗീകരിച്ചിട്ടുണ്ട് എന്ന് വേണമോ കരുതാൻ? ശിക്ഷാവിധി നാളെയാണോ? വിജയകുമാർ, കേരളം അതുവരെ കേട്ടിട്ടില്ലാത്ത ക്രൂര കൊലപാതകമായിരുന്നു നന്ദൻകോട് കൂട്ടക്കൊലപാതകം. ആ കൊലപാതകത്തിൽ ഏക പ്രതിയായിട്ടുള്ള കേതൽ ജിൻസൺ രാജ കുറ്റക്കാരനാണെന്ന് ഇപ്പോൾ തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 2 തവണ വിധി പറയാൻ മാറ്റിവെച്ച കേസാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് പരിഗണിച്ചില്ല കേസ്. വീണ്ടും 1 മണിയിലേക്ക് കേസ് മാറ്റി പരിഗണിക്കുകയായിരുന്നു. പരിഗണിച്ചപ്പോഴാണ് ഈ പ്രതി കുറ്റക്കാരനാണെന്നും പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുള്ള ഫോറൻസിക് തെളിവുകൾ ഉൾപ്പെടെ കേസിൽ നിർണായകമാണ് എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എത്തിച്ചേർന്നിട്ടുള്ളത്. ശിക്ഷാവിധിയിൽ നാളെ വാദം നടക്കും. പരമാവധി ശിക്ഷ, പ്രത്യേകിച്ച് മാതാപിതാക്കളടക്കം 4 പേരെ കൊലപ്പെടുത്തി, ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വിചാരണ ഘട്ടത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മാത്രവുമല്ല, അതിൽ പറയുന്നുണ്ട് ഈ അമ്മയും അച്ഛനെയും കൊലപ്പെടുത്തിയ രീതി അടക്കമുള്ള കാര്യങ്ങൾ അത് കോൾ ക്രൂവലാണ് എന്നുള്ള കാര്യം കൂടി ഒരു ഘട്ടത്തിൽ, വിചാരണയുടെ ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ഉയർത്തിയിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ കോടതി ഗൗരവമായി പരിഗണിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയകുമാർ, 4 പേരെ, അതായത് നന്ദാവനത്തെ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിന് പരിസരത്തുള്ള ബെയിൻസ് കോമ്പൗണ്ട്സിലെ 117 നമ്പർ വീട്ടിൽ നിന്നായിരുന്നു ഈ കൊലപാതക കഥകളുടെ തുടക്കം അറിയുന്നത്. 2017 ഏപ്രിൽ 5-ന് കൊലപാതകം ആരംഭിച്ചു. 2017 ഏപ്രിൽ 8-നാണ് ഈ കൊലപാതക വിവരം പുറത്തു വരുന്നത്. ആദ്യം കൊലപ്പെടുത്തിയത് അമ്മ ജീൻ പത്മയായിരുന്നു. പിന്നാലെ അച്ഛൻ രാജാ തങ്കത്തെയും സഹോദരി കരോളിനെയും കൊലപ്പെടുത്തി. തൊട്ടടുത്ത ദിവസം അവരെ മുറിക്കുള്ളിൽ സൂക്ഷിച്ച്, അവരുടെ മൃതദേഹം മുറിക്കുള്ളിൽ സൂക്ഷിച്ച തൊട്ടടുത്ത ദിവസമാണ് ബന്ധുവും അതേപോലെ 70 വയസ്സുള്ള അന്ധയായ സ്ത്രീ ലളിതയെ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം 7-ാം തീയതി ആദ്യം കേതൽ ജിൻസൺ രാജ ഈ മൃതദേഹങ്ങൾ മുറിക്കുള്ളിൽ കത്തിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ ആ ശ്രമം പരാജയപ്പെട്ടു. തൊട്ടടുത്ത ദിവസം 8-ാം തീയതി വൈകിട്ടോടുകൂടിയാണ് ഇയാൾ ഈ വീണ്ടും കത്തിക്കാനുള്ള ശ്രമം നടക്കുകയും തീ പടരുകയും കൊലപാതക വിവരങ്ങൾ പുറത്തറിയുകയും ചെയ്തത്. അതിനുശേഷം അതേ 10-ാം തീയതി, 2 ദിവസങ്ങൾക്കപ്പുറം 10-ാം തീയതി ഇയാളെ തമ്പാനൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഈ പിടികൂടുന്നത്. അതിനുശേഷം ഇയാളുമായി പോലീസ് വളരെ പ്രധാനപ്പെട്ട ചില തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ നടത്തി. ഇയാൾ ആദ്യം പോലീസിനോട് പറഞ്ഞത് ആസ്ട്രൽ പ്രൊജക്ഷൻ, അതായത് സ്വർഗപ്രവേശന ആഭിചാര വിദ്യയാണ് താൻ നടത്തിയത് എന്നുള്ളതായിരുന്നു. എന്നാൽ പിന്നീട് നടത്തിയ ശാസ്ത്രീയ മനോരോഗ പരിശോധനയിലടക്കം കേതലിന് മാനസിക പ്രശ്നം ഇല്ല എന്നുള്ള കാര്യം പോലീസ് ഉറപ്പിച്ചു. തെളിവ് ശേഖരണത്തിലടക്കം ഫോറൻസിക് തെളിവുകൾ പ്രോസിക്യൂഷന് പിടിവള്ളിയായി കോടതിയിൽ വിചാരണ ഘട്ടത്തിൽ ഉയർത്താനും കഴിഞ്ഞു എന്നുള്ളതും ഇതിന്റെ വിചാരണയിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. വിജയകുമാർ, എടുത്തു പറയുകയാണെങ്കിൽ ഈ 2017 ഏപ്രിൽ 10-ന് ഇയാൾ പിടിയിലായതിനു ശേഷം വർഷങ്ങൾ വേണ്ടി വന്നു ഇതിന്റെ വിചാരണയിലേക്ക് കടക്കാൻ. അങ്ങനെ 2024 അവസാനമാണ് വിചാരണ ആരംഭിക്കുന്നത്. 40 ദിവസത്തിൽ താഴെ മാത്രം സമയമെടുത്ത വിചാരണ പൂർത്തിയാക്കുന്നുണ്ട്. ഒടുവിൽ മെഡിക്കൽ ബോർഡ് അടക്കം രൂപീകരിച്ച് കേതൽ ജിൻസൺ രാജയ്ക്ക് മാനസിക പ്രശ്നമില്ല എന്ന് സ്ഥിരീകരിച്ചുറപ്പിച്ചതിന് ശേഷമാണ് ഇയാളുടെ വിചാരണ ആരംഭിച്ചത്. വിചാരണ ഘട്ടത്തിൽ കേതൽ ജിൻസൺ രാജ താൻ ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ടില്ല എന്ന് കോടതിയിൽ പറഞ്ഞു. പ്രോസിക്യൂഷൻ ആകട്ടെ പലതരത്തിലുള്ള തെളിവുകൾ, അതിൽ 1ാമത്തെ തെളിവ് ഇയാൾ കൊലപാതകത്തിൽ ഉപയോഗിച്ച് പോലീസ് കണ്ടെടുത്ത സ്റ്റാൻലി സ്കാർപ്പന്റെ സാക്സ് എന്ന മഴു, ആ മഴു ഉപയോഗിച്ചാണ് 4 പേരെയും പുറകിൽ നിന്ന് വെട്ടി ഇയാൾ കൊലപ്പെടുത്തിയത്. അത് ഇയാളുടെ ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് വഴി ഇയാൾ ഓർഡർ ചെയ്തതാണെന്ന് പോലീസ് തെളിവടക്കം വിചാരണ ഘട്ടത്തിൽ കോടതിയിൽ അറിയിച്ചു. 2ാമത്തേത് സൂംബി ഗോ ബൂം എന്ന് പറയപ്പെടുന്ന വീഡിയോ ദൃശ്യം ഇയാളുടെ ലാപ്ടോപ്പിൽ നിന്ന് ശേഖരിച്ചതായിരുന്നു. ആ വീഡിയോ ദൃശ്യത്തിലും മനുഷ്യനെ പിന്നിൽ നിന്ന് മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുന്നതായിരുന്നു ആ ദൃശ്യങ്ങളിലുള്ളത്. 3ാമത്തേത് കൊല്ലപ്പെട്ടവരുടെ രക്തസാമ്പിളുകൾ കേതലിന്റെ വസ്ത്രങ്ങളിൽ നിന്ന് കണ്ടെടുത്തു. 4ാമത്തേത് ഈ കൊലപാതകം നടന്ന 5, 6, 7, 8 ദിവസങ്ങളിൽ കേതൽ ജിൻസൺ രാജ ആ വീട്ടിൽ തന്നെ ഉണ്ടെന്നുള്ള സാക്ഷിമൊഴി. ഏറ്റവും ഒടുവിലും അതേസമയം വൈറ്റലാണെന്ന് കോടതി കണ്ടെത്തിയ ഒരു സാക്ഷിമൊഴി എന്ന് പറയുന്നത് ഈ ബന്ധുക്കൾ, അതായത് കൊല്ലപ്പെട്ട ബന്ധുക്കൾ തമിഴ്നാട്ടിലേക്ക് പോയി എന്ന് കേതൽ ജിൻസൺ രാജ വീട്ടുജാലിക്കോരിയരും അതേപോലെ തന്നെ ബന്ധുവായിട്ടുള്ള മറ്റൊരാളോടും കളവ് പറഞ്ഞു. ഇതടക്കമുള്ള സാക്ഷിമൊഴികളുമാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. അതേസമയം കേതലിന്റെ മാനസിക പ്രശ്നത്തിൽ പിടിച്ചു മാത്രമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ. ആ വാദങ്ങൾ പൂർണ്ണമായും തള്ളി. പ്രോസിക്യൂഷൻക്ക് ഹാജരാക്കിയ ഫോറൻസിക് തെളിവുകൾ, ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ, അതേപോലെ സാക്ഷിമൊഴികൾ, മറ്റ് ഓൺലൈൻ വിവരശേഖരണ ഫലങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കോടതി കൃത്യമായി പരിഗണിച്ചു. അങ്ങനെയാണ് കേതൽ ജിൻസൺ രാജ ആണ് ഈ കുറ്റം ചെയ്തത്, അയാൾ കുറ്റക്കാരനാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കോടതി എത്തിച്ചേർന്നിട്ടുള്ളത്. ഏതായാലും നാളെ ശിക്ഷാവിധിയിൽ വാദം കേൾക്കും. പരമാവധി ശിക്ഷ എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ നാളെയും ആവർത്തിക്കുകയും ചെയ്യും. വിജയകുമാർ.